ഹായ് പ്രിയപ്പെട്ടവരെ, ഒരു പതിറ്റാണ്ടിലധികമായി ഒരുപാട് സ്റ്റുഡൻസിനെ തയ്യൽ എന്ന് പറയുന്ന ഒരു കല പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ എൻ്റെ ഈ ഒരു കരിയറിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഞാൻ ഒരു ദിവസം വീടിന് പുറത്തായിരിക്കവേ എനിക്കൊരു GPay അക്കൗണ്ടിലേക്ക് കാശ് വരികയും ഉടനെ തന്നെ ഒരു കോളും വരികയും ചെയ്തു. 100 രൂപയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു. അതിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞത്, മാം, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തൊട്ടയൽവക്കത്തെ ഒരു ചേച്ചിക്ക് ഒരു ചുരിദാർ തയ്ച്ച് കൊടുത്തതിൽ എനിക്ക് കിട്ടിയ കൂലിയിൽ നിന്നും ഒരു 100 രൂപ ഞാൻ മാമിന് അയക്കുകയാണ്. എൻ്റെ സന്തോഷം ഞാൻ മാമിന് പ്രകടിപ്പിക്കുന്നത്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും മാം അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് എന്നോട് ആ കുട്ടി അതിൻ്റെ ജീവിതകഥയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും സന്തോഷിപ്പിച്ച ഒരു പ്രതിഫലം എൻ്റെ ഒരു ജോലിക്കും കിട്ടിയിട്ടില്ല. ആ ഒരു 100 രൂപ എന്ന് പറയുന്നത് എനിക്കിനി എത്ര ലക്ഷങ്ങൾ കിട്ടിയാലും അതിനോളം എനിക്ക് വിലമതിപ്പുണ്ടാകുമോ എന്നറിയില്ല. അത്രയും എനിക്ക് ആ ഒരു എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞ ഒരവസരമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരാൾക്ക് പട്ടിണി മാറ്റാനായിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് അവരുടെ നാണം മറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഒരാൾക്കൊരു ജോലി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ദൈവികമായ ഒരു നിമിത്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എനിക്ക് ജോലി ചെയ്ത് ഞാൻ ജീവിക്കുന്നതൊക്കെ എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അത് ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും മതിയാവാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റുഡൻസിന് എനിക്ക് ഇന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശമാണ് ഈ ഒരു സന്ദേശമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ചിങ് പ്രൊഫഷനാക്കി എടുക്കുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരാളുടെ പ്രിയപ്പെട്ട ഒരു വസ്തുവിനെ നമ്മളത് കത്രിക വെച്ച് മുറിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിലൊത്തിരി റിസ്ക് ഉണ്ട്. നമ്മൾ മനുഷ്യരാണല്ലോ, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അബദ്ധങ്ങൾ വരാം, മിസ്റ്റേക്ക് സംഭവിക്കുന്നതൊക്കെ സാധാരണയാണ്. പക്ഷേ ഇതിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ആ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നാറുണ്ട് ഒരുപാട് കുട്ടികൾ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യാൻ മടിക്കുന്നത്. ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട്, ടീച്ചറെ എനിക്ക് തയ്ക്കാനൊക്കെ അറിയാം, എനിക്ക് മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കെന്തോ പേടിയാണ്, ഞാൻ തയ്ച്ച് മിസ്റ്റേക്കായിപ്പോയി അവരെന്നെ ചീത്ത പറയൂലേ, എന്നെ വഴക്ക് പറയില്ലേ, വീട്ടുകാരെന്ത് പറയും, അങ്ങനത്തെ ഒരു പേടിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ മടിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ എന്നെ ഒത്തിരി പേര് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, മാം, ഇങ്ങനെ എനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയി, ഇനി ഇത് ഞാൻ എങ്ങനെ റെക്ടിഫൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ 2 കൂട്ടരോടും ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് തന്നെയാണ് അവരെ സമാധാനിപ്പിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എപ്പോഴും ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെയും കരിയർ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഒരു ഡ്രസ്സ് ഞാൻ തയ്ക്കുന്നതിനിടയിൽ എനിക്ക് അബദ്ധവശാൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഈ മിസ്റ്റേക്ക് ഞാനത് റെക്ടിഫൈ ചെയ്തു. പക്ഷേ എന്നാലും ആ മിസ്റ്റേക്ക് സംഭവിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ വല്ലാതെ പാനിക്കായി, ആങ്സൈറ്റി എനിക്ക് കൂടിയിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത വിധത്തിൽ ഷിവറിങ് ഒക്കെ വന്നു. ഒരാളുടെ തുണി നമ്മളെടുത്ത് നമ്മൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഞാനാകെ പേടിച്ചിട്ട് ഞാൻ ഒരു ദിവസം മുഴുവൻ ഞാൻ ഈ ഒരു ഷോക്കിൽ അങ്ങനെ എന്ത് ചെയ്യണം, ഇനി കരിയർ നിർത്തണോ, ഇനി ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇനി എങ്ങനെയായിരിക്കും എന്തായിരിക്കും തുടർന്ന് സംഭവിക്കുക. എൻ്റെ കരിയർ തുടങ്ങിയ സമയത്താണ്. അതും അടുത്ത് തന്നെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അവരിനി നാട്ടുകാരോട് പറയും, ഇനി വീട്ടിൽ പ്രശ്നമാകും, അവർ വന്ന് വഴക്ക് പറയില്ലേ എന്നൊക്കെയുള്ള പേടിച്ചിട്ട് ഞാൻ 1-2 ദിവസം ഞാൻ പിന്നെ ഒരു ജോലിയും ചെയ്യാതെ ഞാൻ വളരെ വിഷമത്തിലിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ശോഭന എന്ന് പറയുന്ന, അവരാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കയറ്റിയത്. അപ്പോൾ അവരെന്നെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അങ്ങ് നടക്കും, ചേച്ചി അങ്ങ് ചെയ്തുകൊണ്ടാൽ മതി, ചേച്ചിക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഞാൻ വീണ്ടും ഇത് ശരിയാക്കിയൊക്കെ എടുത്തു. എന്നിട്ട് ആ കുട്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു, ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്, ഇത് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ എമൗണ്ട് ഞാൻ റീഫണ്ട് ചെയ്തു തരാം ഈ മെറ്റീരിയലിൻ്റെ എന്ന് പറഞ്ഞു.
എന്തായാലും അവരിട്ട് നോക്കിയിട്ട് അവർക്ക് ഒരു മിസ്റ്റേക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിത് അറിയ പോലും ഇല്ലായിരുന്നു. എന്തായാലും അവർ സന്തോഷത്തോടെയാണ് പോയതെങ്കിലും എനിക്കതൊരു വലിയ പാഠമാവുകയാണ് ചെയ്തത്. അതൊരിക്കലും ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് അല്ല. കാര്യം നമുക്ക് അങ്ങനെ ഒരു അനുഭവം നമ്മളുടെ ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ പിന്നീടുള്ള നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മൾ ആലോചിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഒരു പരാജയം എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെ തുടക്കമാണ് എന്ന് പറയുന്നതിൻ്റെ പിറകിൽ നമ്മളൊരു പരാജയത്തിൽ നിന്ന് ഒരുപാട് പഠിക്കും. ഒരു പരാജയം വന്നാൽ നമ്മളതെങ്ങനെ റെക്ടിഫൈ ചെയ്യണം, നമ്മളിത് ഒളിപ്പിച്ച് വെക്കണോ, നമ്മളിത് അവരോട് പറയണോ എന്നൊക്കെയുള്ള നമുക്കൊരു തോട്ട് വരും. ഞാൻ ഉറപ്പായിട്ടും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, എടാ ഈ ആരെന്തൊരു മെറ്റീരിയൽ നമുക്ക് തയ്ക്കാൻ കൊണ്ട് തന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ മെറ്റീരിയലിന് എത്ര രൂപ കോസ്റ്റ് ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അബദ്ധം പറ്റിയാൽ നമ്മൾ അവരോട് തുറന്നു പറയുക, എനിക്കിങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി, ഇത്ര രൂപയാണല്ലോ മെറ്റീരിയൽ. ശരിയാണ്, അവരുടെ പ്രിയപ്പെട്ട ഒരു വസ്തുവാണ്, പക്ഷേ മനുഷ്യരല്ലേ, അബദ്ധം വരില്ലേ. അതുകൊണ്ട് നമ്മളൊരു കൊലക്കുറ്റമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് അവരോട് തുറന്നു പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പൈസ അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കാം. അവർക്ക് സൗജന്യമായി ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് അത് മെറ്റീരിയൽ നമുക്ക് വാങ്ങാൻ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ആ പൈസ കൊടുത്ത് അവരെ സോറി പറഞ്ഞ് മാനേജ് ചെയ്യാം. അതിൽ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. മനുഷ്യരല്ലേ, അവർക്ക് തെറ്റ് പറ്റിയത് അംഗീകരിക്കാനുള്ള മനസ്സുള്ളവർ തന്നെയാണ് നമുക്കിടയിലുള്ളവർ. അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ ആരുടെ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളോട് തന്നെ പറയുക, എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ നമ്മൾ ഇതുപോലെ ചെയ്യുക. അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് എടുക്കാതിരിക്കുക. കാര്യം ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരാൾ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരുടെ ലൈഫിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് സംഭവിച്ചു പോയാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിന് കവിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പല തയ്യക്കടക്കാർക്കും അബദ്ധം പറ്റാറുണ്ട്, പക്ഷെ അവരതൊന്നും ഏറ്റു പറയാറില്ല. അവരതിനെ അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അതിനെ മൂടി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ചെയ്യാനുള്ളത്. നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ ആ തെറ്റ് ഏറ്റു പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു വരുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോകാം. പേടിച്ച് നിൽക്കുന്നവരൊക്കെ സന്തോഷത്തോടു കൂടി, ഒരു ഭയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കോളിലൂടെ എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് പറ്റിപ്പോയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെക്ടിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ അല്ലാത്ത ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹാരം ചെയ്യാം. അതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ മടിച്ച് നിൽക്കരുത്. എല്ലാവരുടെ ലൈഫിലും, അത് ഈ സ്റ്റിച്ചിങ് എന്നുള്ളതിൽ എല്ലാവരുടെ കരിയറിലും അവർക്കൊരു അബദ്ധം സംഭവിച്ചിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും അബദ്ധം പറ്റും. ഒരു അബദ്ധം വരുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് പഠിക്കും. അതിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. അതിൽ പാഠം പഠിക്കാത്തവർ ചിലപ്പോൾ അവരുടെ കരിയർ അവർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ട് ഒക്കെ പോയെന്നിരിക്കും. പക്ഷേ നമുക്കൊരു പരാജയം വന്ന് നമ്മൾ അതിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിജയത്തിലേക്കുള്ള ഒരു ചുവടുപടി തന്നെയായിരിക്കും നമ്മുടെ പരാജയങ്ങൾ. നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്തുനിന്ന് പഠിച്ച് തീർന്നിട്ട് മടിച്ച് നിൽക്കുന്നവരുണ്ട്. അവർക്കുള്ള ഒരു സന്ദേശമാണ്, നിങ്ങളുടെ കരിയർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങൾക്കും ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.